Hi students, welcome back to our class. We were discussing about quantity theory of money and we discussed the Fisher's transaction approach. And today we are discussing about Cambridge cash balance approach. So what is this Cambridge cash balance approach? This equation or this approach was put forward by Cambridge economists, specifically Marshall and Pigou, that is Alfred Marshall and A.C. Pigou. ഇവർ രണ്ടുപേരുമാണ് ക്യാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് മുന്നോട്ട് വെച്ചത്. എന്താണ് ഈ അപ്രോച്ച് പറയുന്നത്? ദിസ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ഇൻ ദാറ്റ് ഇറ്റ് പ്ലേസസ് എംഫസിസ് ഓൺ ദ ഫങ്ഷൻ ഓഫ് മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. ഇവിടെയാണ് ഫിഷറിൻ്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചും ക്യാഷ് ബാലൻസ് അപ്രോച്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഏത് ഫങ്ഷൻ ഓഫ് മണിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്റ്റോർ ഓഫ് വാല്യൂ ഓർ വെൽത്ത് എന്ന ഫങ്ഷനാണ് പ്രാധാന്യം നൽകുന്നത്. നേരെ മറിച്ച് ഫിഷർ ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫങ്ഷൻ ഓഫ് മണിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇവിടെയാണ് രണ്ട് കൺസെപ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. ദ ക്യാംബ്രിഡ്ജ് ഇക്വേഷൻ ഫോക്കസസ് ഓൺ മണി ഡിമാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മണി സപ്ലൈ. ക്യാംബ്രിഡ്ജ് ഇക്വേഷൻ എന്താണ്? മണി ഡിമാൻഡ് എന്നതിലാണ് ഫോക്കസ് കൊടുക്കുന്നത്, മണി സപ്ലൈ എന്നതിനേക്കാൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, ഈ രണ്ട് ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അക്കോർഡിംഗ് ടു ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് തിയറി, ദ റിയൽ ഡിമാൻഡ് ഫോർ മണി കംസ് ഫ്രം ദോസ് ഹു വാണ്ട് ടു ഹോൾഡ് ഇറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് വേരിയസ് മോട്ടീവ്സ് ആൻഡ് നോട്ട് ഫ്രം ദോസ് ഹു സിംപ്ലി വാണ്ട് ടു എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. മാർഷലും പിഗും പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ മണി ഡിമാൻഡ് ഫോർ മണി ഏതിൽ നിന്നാണ് വരുന്നത്? ജനങ്ങൾക്ക് കയ്യിൽ മണി എന്നത് മണിയായിട്ട് തന്നെ, പൈസയായിട്ട് തന്നെ, പണമായിട്ട് തന്നെ ജനങ്ങൾക്ക് കയ്യിൽ വെക്കേണ്ടതുണ്ട്. എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയാണ്? അവർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളുണ്ടാകും. അത് പ്രിക്കോഷണറി ആവശ്യമാകാം, ട്രാൻസാക്ഷണറി ആവശ്യമാകാം. അല്ലാതെ കേവലം എക്സ്ചേഞ്ച് എന്നൊരു പർപ്പസിന് മാത്രമല്ല ജനങ്ങൾ മണി ഡിമാൻഡ് ചെയ്യുന്നത്. മണി എന്നത് അത് മണിയായിട്ട് തന്നെ, അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ അവർ കുറച്ച് കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ജനങ്ങൾ മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്നാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് പറയുന്നത്. The demand for money is the demand to hold cash balance for transaction and precautionary motives. ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഡിമാൻഡ് ടു ഹോൾഡ് ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിൽ എടുത്തു വെക്കാൻ. അതെന്താണ്? ട്രാൻസാക്ഷണറി ആവാം, പ്രിക്കോഷണറി മോട്ടീവ് ആകാം, ഏത് തന്നെ ആയാലും ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ക്യാഷ് അവരുടെ കയ്യിൽ ലിക്വിഡായിട്ട് മാറ്റി വെക്കുന്നു. അതിനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? മണി ഡിമാൻഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് കയ്യിൽ വരുന്ന ക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് എന്തിനു വേണ്ടി ചെലവഴിക്കാനല്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയല്ല എന്നാണ് മാർഷലും പിഗുവും പറഞ്ഞു വെക്കുന്നത്. മാർഷൽ ആൻഡ് പിഗു ഫോക്കസ് ദെയർ അനാലിസിസ് ഓൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ബാലൻസ്. അവരെന്താണ് ചെയ്യുന്നത്? ഏതെല്ലാം ഘടകങ്ങളാണ് ഇൻഡിവിജ്വലി മണി എന്നതിനെ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിൽ വെക്കാൻ ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് പ്രേരിതമാകുന്ന, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് മാർഷൽ ആൻഡ് പിഗു അനലൈസ് ചെയ്യുന്നുണ്ട്. ദേ പുട്ട് ഫോർവേഡ് എ വ്യൂ. അവർ മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാട് എന്താണ്? ദാറ്റ് ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ്, ഒരു വ്യക്തിയുടെ ക്യാഷ് ബാലൻസിന് വേണ്ടിയുള്ള ഡിമാൻഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ നോമിനൽ ഇൻകം. അത് അയാളുടെ നോമിനൽ ഇൻകമുമായിട്ട് പ്രപ്പോർഷണലി റിലേറ്റഡ് ആണ്. ഇൻകം വർദ്ധിക്കുന്നതോടുകൂടി ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ് വർദ്ധിക്കുന്നു, ഇൻകം കുറയുന്നതോടുകൂടി ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ് കുറയുന്നു. ദ ക്യാംബ്രിഡ്ജ് ഇക്വേഷൻ ഫസ്റ്റ് അപ്പിയർഡ് ഇൻ പ്രിന്റ് ഇൻ 1917 ഇൻ പിഗൂസ് വാല്യൂ ഓഫ് മണി. A.C. പിഗുവിൻ്റെ വാല്യൂ ഓഫ് മണി എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് ആദ്യമായിട്ട് ക്യാംബ്രിഡ്ജ് ഇക്വേഷൻ പ്രിൻറ്റ് ചെയ്യപ്പെടുന്ന, ഇക്വേഷനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇൻ 1917. കെയ്ൻസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ തിയറി വിത്ത് ഹിസ് 1923 ട്രാക്ട് ഓൺ മോണിറ്ററി റിഫോം. കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ട്രാക്ട് ഓൺ മോണിറ്ററി റിഫോം എന്ന വർക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്?
ക്യാഷ് ബാലൻസ് അപ്രോച്ചിന് സഹായകമായ കുറച്ച് കൺസെപ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ 1923. പക്ഷെ അതിനുശേഷമാണ് ജനറൽ തിയറി, കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി എഴുതുന്നതും പിന്നീട് ഇതിൽ നിന്ന് ഡെവലപ്പായിക്കൊണ്ടുള്ള ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ദ കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ആ ഒരു കാലയളവിൽ പുറത്തിറങ്ങിയ എക്കണോമിസ്റ്റുകളാണ്. കാരണം അവർക്ക് ഒരേ കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത്. ദ കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് എ certain portion of money supply will not be used for transactions. അവർക്ക് ലഭിക്കുന്ന മണിയുടെ ഒരു നിശ്ചിത ഭാഗം അവരെന്ത് ചെയ്യില്ല, ട്രാൻസാക്ഷന് വേണ്ടി ചിലവാക്കില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ബി ഹെൽഡ് ഫോർ കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഹാവിങ് ക്യാഷ് ഇൻ ഹാൻഡ്. കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാകണം എന്ന കൺവീനിയൻസിനും സെക്യൂരിറ്റിക്കും വേണ്ടി. കാരണം എപ്പോഴാണ് പെട്ടെന്ന് അത്യാവശ്യം വരിക എന്നറിയില്ല. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് ലഭിക്കുന്ന മണി സപ്ലൈയിൽ നിന്ന് ഒരു ഭാഗം അവരെന്ത് ചെയ്യുന്നുണ്ടോ എപ്പോഴും മാറ്റിവെക്കുന്നു. ദിസ് പോർഷൻ ഓഫ് ക്യാഷ് ഇസ് കോമൺലി റെപ്രസെൻറ്റഡ് ആസ് കെ. ഇതിനെയാണ്, ഈ ഒരു ക്യാഷിലെ മണിയുടെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ പോർഷൻ ഓഫ് നോമിനൽ ഇൻകം, അവരുടെ നോമിനൽ ഇൻകമിൻ്റെ ഒരു ഭാഗം. ദി കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റ് ഓൾസോ തോട്ട് വെൽത്ത് വുഡ് പ്ലേ എ റോൾ, ബട്ട് ദ വെൽത്ത് ഈസ് ഓഫൺ ഒമിറ്റഡ് ഫ്രം ദ ഇക്വേഷൻ ഫോർ സിംപ്ലിസിറ്റി. കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ വെൽത്തും ഇതിലൊരു റോൾ വഹിക്കുന്നുണ്ട്. ഏത്? അവരുടെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം അവർ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിൽ വെക്കും എന്നതിനെ തീരുമാനിക്കുന്നതിൽ വെൽത്തിനും ഒരു വലിയ പങ്കുണ്ട്. കാരണം അത്യാവശ്യം വെൽത്തുള്ള ഒരാൾ അവരുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗമേ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിൽ വെക്കാൻ സാധ്യതയുള്ളൂ. വെൽത്ത് കുറവുള്ള ആൾ അയാളുടെ ഇൻകമിൻ്റെ ക്യാഷ് ബാലൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ വെൽത്ത് എന്നത് അവർ ഇക്വേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇക്വേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി. സോ ഹൗ ഡസ് ദ ഇക്വേഷൻ കം? എങ്ങനെയാണ് അവർ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്? MD, ഡിമാൻഡ് ഫോർ മണി, ഈസ് ഈക്വൽ ടു K ഇൻറ്റു P ഇൻറ്റു Y. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. Y ഈസ് ഈക്വൽ ടു റിയൽ നാഷണൽ ഇൻകം. P ഈസ് ഈക്വൽ ടു ആവറേജ് പ്രൈസ് ലെവൽ ഓഫ് കറൻ്റ്ലി പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതാണ് P. അതായത് രാജ്യത്തെ ആവറേജ് പ്രൈസ് ലെവൽ എത്രയാണ്. PY, എന്തിനെയാണ് PY സൂചിപ്പിക്കുന്നത്? നോമിനൽ ഇൻകം. എന്താണ് റിയൽ ഇൻകം, എന്താണ് നോമിനൽ ഇൻകം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ PY എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നോമിനൽ ഇൻകം. കാരണം കറണ്ട് പ്രൈസ് ഇൻറ്റു റിയൽ നാഷണൽ ഇൻകമാണ്. അപ്പോൾ അതെന്ത് കിട്ടുന്നു? നോമിനൽ നാഷണൽ ഇൻകമാണ് നമുക്ക് കിട്ടുക. അതാണ് PY. K എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ പ്രൊപ്പോർഷൻ ഓഫ് നോമിനൽ ഇൻകം ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ഹോൾഡ് ആസ് ക്യാഷ് ബാലൻസ്. സോ സിംപ്ലി ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്താണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Cambridge cash balance approach to demand for money is illustrated in this figure. On the x-axis we measure nominal national income, that is PY. On the y-axis the demand for money, that is MD. Okay, ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. It will be seen from the figure that demand for money MD in this Cambridge cash balance approach is a linear function of nominal income. എന്താണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? അത് വളരെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്നാണ് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്കറിയാം എന്താണ് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? നോമിനൽ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നതോടെ ഡിമാൻഡ് ഫോർ മണിയും പ്രൊപ്പോർഷണലി ഒരേ റേഞ്ചിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, അതായത് ഈ കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? ദ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു K. അതായത് ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു മണി ഡിമാൻഡ് ബൈ PY നാഷണൽ ഇൻകം. ഈ കർവിൻ്റെ സ്ലോപ്പാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയത്. സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുക? K എന്ന, അതായത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ദാറ്റ് ഈസ് കെപ്റ്റ് ആസ് ക്യാഷ് ബാലൻസ്. ദിസ് important feature of cash balance approach is that it makes the demand for money as a function of money income alone. ഇവിടെ എന്താണ്? The demand for money എന്തിൻ്റെ ഫംഗ്ഷനാണ്? It is not based on the supply of money, but it is based on our income alone.
നേരത്തെ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ അഥവാ ഫിഷേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് മണി സപ്ലൈ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഡിമാൻഡ് ഫോർ മണി എന്തിൻ്റെ ഫംഗ്ഷനാണ്? നമ്മുടെ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലിൻ്റെ മണി ഇൻകമുമായിട്ട് മാത്രം ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്താണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്ന് കംപ്ലീറ്റ്ലി പറയുന്ന പ്രിസൈസ് ആയിട്ട് പറയുന്ന സെൻറ്റൻസാണ്. എ മെറിറ്റ് ഓഫ് ദിസ് ഫോർമുലേഷൻ ഈസ് ദാറ്റ്, ഈ ഫോർമുലേഷൻ്റെ ഒരു മെറിറ്റ് എന്താണ്? അതായത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ നിന്ന് ക്യാഷ് ബാലൻസ് അപ്രോച്ചിൻ്റെ മെറിറ്റ് എന്താണ്? ഈസ് ദാറ്റ് ഇറ്റ് മേക്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ഇൻകം ആസ് ബിഹേവിയർ. ഡിമാൻഡ് ഫോർ മണിയും ഇൻകമും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്? ഒരു ബിഹേവിയറൽ അപ്രോച്ചിലൂടെയാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് പരിചയപ്പെടുത്തുന്നത്. അതിൽ നിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് ഫിഷേഴ്സ് അപ്രോച്ച് എങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്? ഈ റിലേഷന് ഇൻ വിച്ച് ഡിമാൻഡ് ഫോർ മണി വാസ് റിലേറ്റഡ് ടു ടോട്ടൽ ട്രാൻസാക്ഷൻ ഇൻ എ മെക്കാനിക്കൽ അപ്രോച്ച്. ഫിഷർ പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ മണിയും ട്രാൻസാക്ഷനും തമ്മിലുള്ള റിലേഷൻ അതൊരു മെക്കാനിക്കൽ അപ്രോച്ചാണ്. അതായത് മെക്കാനിക്കലായിട്ടുള്ള ഒരു മാനറിലാണ്. കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്തത്? ഡിമാൻഡ് ഫോർ മണിയും ഇൻകമും തമ്മിലൊരു ബിഹേവിയറൽ അപ്രോച്ച്, അതായത് മനുഷ്യൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് അവരതിനെ റിലേറ്റ് ചെയ്തത്. പക്ഷേ ഫിഷർ ബിഹേവിയർ എന്നതിനപ്പുറം കേവലം ഒരു മെക്കാനിക്കലായിട്ടുള്ള എന്താണ് ഒരു രീതിയിലാണ്, മെക്കാനിക്കൽ മാനറിലാണ് ആ റിലേഷനെ കണ്ടിട്ടുള്ളത്. അതെന്താണ്? അതൊരു യാഥാർത്ഥ്യവുമായി തട്ടിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇത് ഫിഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്രോച്ച് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കാംബ്രിഡ്ജ് അപ്രോച്ച് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് റിലേറ്റഡ് ആയ ഒരു അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതുകൊണ്ടാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഒരു സ്റ്റെപ്പ് കൂടി മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? സുപ്പീരിയാരിറ്റി ഓഫ് ക്യാഷ് ബാലൻസ് വേർഷൻ. ഫിഷറിൻ്റെ വേർഷനുമായിട്ട് ക്യാഷ് ബാലൻസ് വേർഷൻ്റെ സുപ്പീരിയാരിറ്റി എന്താണ്? ദ ഫസ്റ്റ് പോയിന്റ്, ദ ക്യാഷ് ബാലൻസ് വേർഷൻ ലേസ് സ്ട്രെസ് ഓൺ ദ സബ്ജക്റ്റീവ് വാല്യുവേഷൻ ആൻഡ് ഹ്യൂമൻ മോട്ടീവ്സ്. അതായത് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്താണ്? മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ട്. വിച്ച് ആർ ദ ബേസിസ് ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും പ്രത്യേകത അതാണ്, അത് മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു ഹൈലി മെക്കാനിക്കൽ നേച്ചർ ഓഫ് ദ കൺസെപ്റ്റ്. ഫിഷേഴ്സ് ഇക്വേഷൻ്റെ മെക്കാനിക്കൽ നേച്ചർ, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മെഷീൻ രൂപത്തിലുള്ള ഒരു സ്വിച്ച് ഇട്ടാൽ പോകുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമല്ല മനുഷ്യൻ്റെ ഡിമാൻഡ് ഫോർ മണിക്കുള്ളത്. പക്ഷെ അതിന് മാനുഷികമായ പല താല്പര്യങ്ങളും അതിലുണ്ട്. ഫിഷറിൻ്റെ നേരെ കേവലം ഒരു മെക്കാനിക്കൽ നേച്ചറായിട്ടാണ് ഫിഷറിൻ്റെ ഇക്വേഷൻ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദ കാംബ്രിഡ്ജ് വേർഷൻ ഓഫ് ദ തിയറി ബ്രിങ്സ് ടു ലൈറ്റ് എ ന്യൂ എലമെൻറ്റ്, നെയിംലി ലെവൽ ഓഫ് ഇൻകം, ചേഞ്ചസ് ദെയറിൻ ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. കാംബ്രിഡ്ജ് ഇക്വേഷൻ പുതിയൊരു കൺസെപ്റ്റ് എലമെൻറ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്താണ്? ലെവൽ ഓഫ് ഇൻകം, നമ്മുടെ ഇൻകമിൻ്റെ അളവ്. നമ്മുടെ ഇൻകമിൻ്റെ അളവിനനുസരിച്ചാണ് ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ് ഉണ്ടാകുന്നത്. ഇൻകം കുറവാണെങ്കിൽ, ഇൻകം കൂടുതലാണെങ്കിൽ എന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ് മാറുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് കൺസേൺ വിത്ത് ദ ടോട്ടൽ ട്രാൻസാക്ഷൻ എന്നത് ആര് പരിഗണിക്കുന്നില്ല? കാംബ്രിഡ്ജ് വേർഷൻ പരിഗണിക്കുന്നില്ല. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ലെവൽ ഓഫ് ഇൻകമിനെയാണ് ആര് പരിഗണിക്കുന്നത്? കാംബ്രിഡ്ജ് വേർഷൻ പരിഗണിക്കുന്നത്. വിച്ച് ഇൻ ടേൺ ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസ് ലെവൽ. ആ ലെവൽ ഓഫ് ഇൻകമാണ് പിന്നീട് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയും എംപ്ലോയ്മെൻറ്റിനെയും പ്രൈസ് ലെവലിനെയും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ദ ക്യാഷ് ബാലൻസ് ഇക്വേഷൻ ബ്രിങ്സ് ടു ലൈറ്റ് ദ ഡിമാൻഡ് ഫോർ മണി ടു ഹോൾഡ്. ക്യാഷ് ബാലൻസ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒന്നെന്താണ്? ഡിമാൻഡ് ഫോർ മണി ടു ഹോൾഡ്, നമ്മുടെ കയ്യിൽ നമുക്ക് എടുത്തു വെക്കേണ്ട മണി, ആ ഡിമാൻഡ് ഫോർ മണി. This emphasis on demand side is in sharp contrast with traditional emphasis on supply side. ട്രഡീഷണൽ എംഫസിസ് എന്താണ്? അഥവാ ക്ലാസിക്കൽ എംഫസിസും അതുപോലെ തന്നെ ഫിഷേഴ്സ് എംഫസിസും എന്താണ്? സപ്ലൈ സൈഡിന്മേലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്തിൻ്റെയിലാണ്? ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഡിമാൻഡ് സൈഡിന്മേലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻകമായി ബന്ധപ്പെട്ടതാണ് അയാളുടെ ഡിമാൻഡ്. പൊതുവെ ഡിമാൻഡ് ഫോർ മണിയാണ് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അവനെ എഫക്റ്റ് ചെയ്യുന്ന ഭാഗം. നേരെ മറിച്ച് സപ്ലൈ എത്രയാണ് എന്നതിന് അനുസരിച്ചല്ല.
നാലാമത്തെ ഒരു പോയിന്റ്, ക്യാഷ് ബാലൻസ് അപ്രോച്ച് ബ്രിങ്സ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കെ എന്താണ് കെ? പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ദാറ്റ് ഈസ് കെപ്റ്റ് ആസ് ക്യാഷ് ബാലൻസ്. ആ പ്രൊപ്പോർഷൻ ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? കാംബ്രിഡ്ജ് ഇക്വേഷൻ അല്ലെങ്കിൽ കാംബ്രിഡ്ജ് അപ്രോച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതിനെക്കുറിച്ചൊരു പരാമർശം എന്തിലില്ല? ഫിഷേഴ്സ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ ഇല്ല. ദ ഫിഫ്ത്ത് പോയിന്റ്, ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഹാസ് ഗിവൺ റൈസ് ടു ദ ഫേമസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. പിന്നീട് കെയ്ൻസ് കൊണ്ടുവരുന്ന ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ക്യാഷ് ബാലൻസ് അപ്രോച്ചിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ്, വിച്ച് ഹാസ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് തിയറി ഓഫ് ഇൻകം ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പിന്നീട് കെയ്ൻസ് കൊണ്ടുവന്ന ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയാണ് പിന്നീട് ഇൻകമിൻ്റെയും ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് തിയറികളുടെ പ്രധാന റോളായിട്ട് വഹിച്ചത്. അപ്പോൾ അത് എന്തിൻ്റെ ഡെവലപ്മെൻറ്റാണ്? ക്യാഷ് ബാലൻസ് അപ്രോച്ചിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ബേസിക് പോയിൻറ്റ്സാണ് എല്ലാതും. ഇതിൻ്റെ ഒരു 50%, മോർ ദാൻ 50% ഗ്രാജുവേഷനിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു, ബൈ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക.